പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇഡ്ഡലിയുടെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ചട്നിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വലിയൊരു സവാളയും 3 ചെറിയ തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണേ. ഉപ്പ് ചേർത്ത് വഴറ്റുന്നതുകൊണ്ട് തന്നെ സവാള പെട്ടെന്നിങ്ങനെ നന്നായിട്ട് വാടി കിട്ടുവേ. അങ്ങനത്തെ അത്യാവശ്യം ഒരു പകുതി മുക്കാൽ ഭാഗം വാടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളകാണ്. പിന്നെ പിരിയൻ മുളക് മുഴുവൻ മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു വലിയ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുവാണേ. ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റണം. ആ ഒരു പൊടിയുടെ കുത്തലൊക്കെ മാറുന്നതിന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ. എന്നിട്ട് വീണ്ടും ആ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചട്നിയാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാക്കണം. കാരണം തണുത്ത് കഴിയുമ്പം ഒരു ഇച്ചിരി ഒന്ന് കുറുകി വരും. അതുകൊണ്ടാണേ. കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു വെള്ള ചട്നിയും കൂടി റെഡിയാക്കാം. അപ്പോൾ ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായി. ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിനി ഇത് ദോശയുടെയൊക്കെ കൂടെ നല്ല കിടിലായിട്ട് കഴിച്ചു തുടങ്ങാമേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. കുറേ നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം.